ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം. അപ്പോൾ LBSന്റെ സൈറ്റിൽ വന്നിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന അപേക്ഷാർത്ഥികൾക്ക് കോഴ്സ് കോളേജ് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം. പുതിയതായി അംഗീകാരം ലഭിക്കുന്ന കോളേജുകൾ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് കോളേജ് ലിസ്റ്റിൽ ചേർക്കുന്നതായിരിക്കും. അപേക്ഷാർത്ഥികൾ റിപ്പോർട്ട് ചെയ്ത തിരുത്തലുകൾ അപ്ഡേറ്റ് ചെയ്ത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു റാങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം മുതൽ കോളേജ് കോഴ്സ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ വെക്കാവുന്നതാണ്. എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട കോളേജും കോഴ്സും ഒക്കെ സെലക്ട് ചെയ്ത് ഓപ്ഷനായിട്ട് വെക്കാവുന്നതാണ്. കൂടെ തന്നെ നിങ്ങൾ എന്തെങ്കിലും തിരുത്തലുകളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തിരുത്തിയതിന് ശേഷമുള്ളൊരു ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. കൂടെ തന്നെ ഇപ്പോൾ അപ്രൂവ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കോളേജിൻ്റെ ലിസ്റ്റും സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയതായിട്ട് അംഗീകാരം ഏതെങ്കിലും കോളേജുകൾക്ക് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു കോളേജും കൂടെ ഈ ഒരു ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യപ്പെടും എന്നൂടെ പറയുന്നുണ്ട്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന ഒരു ഡേറ്റും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 1, 2025 ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതല്ല എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും മറക്കാതെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ സൈറ്റിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. 2025 ജൂലൈ 3, 4, 5 തീയതികളിൽ നടത്തിയ മെഡിക്കൽ ബോർഡിന് ഹാജരാകാൻ സാധിക്കാത്ത ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 29/7/2025 തിരുവനന്തപുരം DME ഓഫീസിൽ വെച്ച് മെഡിക്കൽ ബോർഡ് നടത്തുന്നതാണ്. അപ്പോൾ ഹാജരാകാത്തവർക്ക് ഇമെയിലായിട്ടും പോസ്റ്റായിട്ടും ആ ഒരു കത്ത് അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള രേഖകളെല്ലാം സഹിതം അന്നേ ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് 29 ജൂലൈ 2025 ഈ ഒരു പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഹാജരാകാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കോളേജ് ലിസ്റ്റിൻ്റെ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കൂടെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടെ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.